ഹായ് മക്കളെ, എടാ നമ്മുടെ +1 എക്സാമിൻ്റെ റിസൾട്ടിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, സാർ എനിക്ക് ഡബിൾ പാസ് ഇല്ല +1 എക്സാമിൽ, ഞാൻ അതിൽ ഇനി എന്ത് ചെയ്യാം, എനിക്ക് ഇനി ഡബിൾ പാസ് ആവാൻ പറ്റൂലേ എന്നുള്ള ഡൗട്ട് ഒരുപാട് ആൾക്കാർക്കുണ്ട്. എടാ മക്കളെ, അതിൽ നിങ്ങൾ യാതൊരുവിധ ഡൗട്ടും അടിക്കണ്ട. ഡബിൾ പാസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് വീണ്ടും വരാനുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഇംപ്രൂവ്മെൻ്റ് എക്സാം. നിങ്ങൾ അറിയുന്ന പോലെ തന്നെ ഈ വർഷം ഇംപ്രൂവ്മെൻ്റ് എക്സാം സെപ്റ്റംബർ ലാസ്റ്റോട് കൂടി അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെൻ്റ് നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. പഴയ പോലെ പണ്ടത്തെ പാറ്റേണിലാണെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എങ്ങനെയായിരുന്നടാ, പബ്ലിക് എക്സാമിൻ്റെ കൂടെയായിരുന്നു ഇംപ്രൂവ്മെൻറ്റ്. പക്ഷേ ഈ വർഷം മുതൽ ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് വേറെ തന്നെ നടക്കുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഡബിൾ പാസ് ആവാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡബിൾ പാസ് ആയിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതിയിട്ട് ഡബിൾ പാസോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കൊക്കെ വാങ്ങാൻ പറ്റും. അപ്പം ഒന്നാമത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഡബിൾ പാസിലോട്ട് എത്താനുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷനാണ് മക്കളെ +2 നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. +1 ഡബിൾ പാസ് ആയില്ല എന്ന് കരുതിയിട്ട് +2 ഡബിൾ പാസ് ആവില്ല എന്നില്ല. +2 നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഡബിൾ പാസിലോട്ട് എത്താം. +1 +2ൻ്റെ മാർക്ക് ഒരുമിച്ച് കൂട്ടിയിട്ടാണല്ലോ നിങ്ങളെ മാർക്ക് ലിസ്റ്റ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ +1 ഡബിൾ പാസ് ആയില്ല എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവണ്ട. ഒന്നെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എഴുതി നിങ്ങൾക്ക് മാക്സിമം ഡബിൾ പാസിലോട്ട് എത്താൻ ശ്രമിക്കുക. ഇനി അത് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ +2 എക്സാം നന്നായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 റൂട്ടിലൂടെ നിങ്ങൾക്ക് ഡബിൾ പാസിലോട്ട് എത്താൻ പറ്റും. ഇനി മക്കളെ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. നിങ്ങളതിൽ 5499 വെറും 5499 രൂപക്ക് നിങ്ങൾക്ക് സൂപ്പർ ബാച്ച് കിട്ടും. ആ സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞാൽ +2 ഫുൾ കണ്ടൻറ്റ്, +2 പബ്ലിക് എക്സാം വരെ നിങ്ങൾക്ക് ആ ബാച്ച് അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല, അത് എടുക്കുന്ന കുട്ടികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ഫ്രീ ആണ്. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ എന്തായിരിക്കും, ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ 5499 രൂപക്ക് സൂപ്പർ ബാച്ച് എടുക്കുന്ന ഒരു കുട്ടിക്ക് ആ ബാച്ച് +2 ബാച്ചും കിട്ടും, പ്ലസ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ക്ലാസ് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് 1699 രൂപക്ക് നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് മാത്രം കിട്ടും. നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ആണല്ലോ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക, അതിലൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് 1699 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 സബ്ജക്റ്റ് നിങ്ങൾ 5097 രൂപ കൊടുക്കണം. അപ്പോൾ അതാലോചിക്കുമ്പോൾ 5097 രൂപക്ക് നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, 5499 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സൂപ്പർ ബാച്ച് +2 ബാച്ചും കിട്ടും, പ്ലസ് ഇംപ്രൂവ്മെൻറ്റ് ഫ്രീ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ബാച്ചുകളൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആലോചിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. മക്കളെ, ഡബിൾ പാസ് ഇല്ല എന്ന് കരുതി ഒരാളും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തത് ഡബിൾ പാസിലോട്ടാക്കാം. ഇനി അല്ലെങ്കിൽ +2 ബോർഡ് എക്സാം നന്നായിട്ട് പഠിച്ചാലും മക്കൾക്ക് എന്തിലോട്ട് എത്താൻ പറ്റും, ഡബിൾ പാസിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ്.